ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ ഞാൻ മറക്കില്ല. അത്രയേറെ നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടടാ. ഞാൻ പൊക്കഴിയുമ്പോ മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് മാപ്പ് തരണം. ഇല്ലെങ്കിൽ നരകത്തിൽ പോലും എനിക്ക് സ്വസ്ഥത കിട്ടില്ലടാ. ഒരുപാട് പണം ഞാൻ സമ്പാദിച്ചതാ. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ആളുകളെ ദ്രോഹിച്ച് എന്റെ മോളുടെ പേരിൽ വാങ്ങിക്കൂട്ടി. അമ്മയില്ലാത്ത മോക്ക് പണത്തിന്റെ പേരിൽ ഒരു കുറവും വരാതിരിക്കാനായിട്ട് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും ചിന്തിക്കാതെ അവളെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കി. പക്ഷെ വിധി എന്നെ ചതിച്ചടാ. അവക്കൊരു പ്രേമമുണ്ടായിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ച് അവനൂടെ പോകുന്നു. അതെനിക്ക് സഹിച്ചില്ലടാ. ഞാൻ അവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി പിടിച്ചകത്തിട്ടു. അടിച്ചവന്റെ ചങ്കം കരടും കലക്കി കളഞ്ഞു. വിവരം പറഞ്ഞ എന്റെ മോള് എന്നോടൊരു വാക്ക് പോലും പറയാതെ, എന്നെ ഒരു വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാതെ ഒരു മുഴക്കയറിൽ ജീവനങ്ങ് ഒടുക്കി. എനിക്കുള്ള ശിക്ഷ, ഈശ്വരൻ തന്ന ഈ ശിക്ഷയും കൊണ്ട് ഇനിയുള്ള എന്റെ ഏക ആശ്രയം മരണം മാത്രമാ വിഷ്ണു. അതിനുവേണ്ടിയുള്ള അലച്ചില്ല. ഈ വെട്ടിപ്പിടിച്ചത് ചതിച്ചുണ്ടാക്കിയതൊക്കെ ഈ ഭൂമി തന്നെ ഉപേക്ഷിച്ചിട്ട് മരണമെന്ന 3 അക്ഷരം തേടിയുള്ള യാത്ര. ഈ യാത്രയിൽ നിങ്ങൾക്കിങ്ങനെ ഒരു രക്ഷയായത് ചെയ്തു പോയ തെറ്റിന് എനിക്ക് ഈശ്വരൻ ഒരുക്കിയ പ്രായശ്ചിത്വമാ. മേഡം, പറയാൻ അർഹതയുണ്ടോന്നറിയില്ല. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുക. ക്ഷമിക്കണം. മാപ്പ് എല്ലാത്തിനും. വരട്ടടാ. ഇനി ചിലപ്പോ തമ്മി കണ്ടില്ലെന്ന് വരും. സാറേ, എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് സങ്കടമില്ല. ആരോടും പരാതിയില്ല. ചെറിയ കുറ്റബോധം തോന്നുമ്പോ ഈ ചെയ്തു കൂട്ടിയ പാവങ്ങൾ ഞാൻ ഒന്നൊന്നായി ഓർക്കും. അതുകൊണ്ട് നിന്നെ ഞാൻ മറക്കില്ല. അത്രയേറെ നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടടാ. ഞാൻ പൊക്കഴിയുമ്പോ മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് മാപ്പ് തരണം. ഇല്ലെങ്കിൽ നരകത്തിൽ പോലും എനിക്ക് സ്വസ്ഥത കിട്ടില്ലടാ. വിഷ്ണുട്ടാ, ഇത്രയുള്ളൂ മനുഷ്യര്. അത് താനായാലും ഞാനായാലും. ഇത്ര നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. നീ എന്താ വിളിക്കാൻ താമസിച്ചേ?
നിനക്ക് ഇങ്ങോട്ടും വിളിക്കായിരുന്നല്ലോ. അവിടുത്തെ കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ആ, ഇവിടെ ഞാൻ പറയുന്നതിനപ്പുറം ഒരാളും പോവില്ല. അല്ല, അവിടെ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായി? പള്ളിയിലച്ഛനെ അന്ത്യകൂദാശിക്ക് വിളിക്കേണ്ടി വരുമോ? പോ ശിവ അവിടുന്ന്. എന്റെ അപ്പനും അമ്മച്ചിക്കും ഒക്കെ 100 ആയുസാ. എന്തിനാടി നിന്റെ അപ്പനൊക്കെ 100 ആയുസ്? മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ അങ്ങേര് പള്ളിക്കലറ കയറേണ്ടി വരും. അമ്മാതിരി വെറുപ്പിക്കലല്ലേ നടക്കുന്നത്. എന്റെ ശിവ, നീ അങ്ങനെയൊന്നും പറയാതെ. അപ്പന്റെ അമ്മച്ചിയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ മിന്നുമായിട്ട് നടക്കും. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ ഒളിഞ്ഞടപ്പുണ്ട് കേട്ടോ. ആ, അത് മിക്കവാറും അവിടെ ഒളിഞ്ഞു കിടക്കത്തേ ഉള്ളൂ. ആ, പിന്നെ ചോദിച്ചില്ല, നിനക്കവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിവിടെ എന്ത് കുഴപ്പാ? എന്തൊക്കെ കാണിച്ചാലും ഇവിടെയുള്ളവര് എന്റെ അപ്പനും അമ്മച്ചിയും കൂടപ്പിറപ്പൊക്കെ അല്ലേ. അവര് ചിലപ്പോ വഴക്ക് പറയും, ചിലപ്പോ തല്ലും. അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ പോവാൻ വേണ്ടിയല്ലേ. പിന്നെ ഇങ്ങനെ ഒരു താന്തോന്നിയെ പ്രണയിച്ചു പോയതുകൊണ്ട് ഇനി എന്റെ അവസ്ഥ അങ്ങോട്ട് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇല്ലാണ്ടി, ഡേവിസ് എത്തിയിട്ടില്ല. ഉടനെ എത്തുന്ന പറഞ്ഞിരിക്കുന്നേ. ആന്റി, ഡേത്തിന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശിവ, ഒരു മിനിറ്റ്. ഹലോ, എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഹലോ. ആ അങ്കിൾ, എന്താണ് നീ വൈകിയേ? അവള് വിളിച്ചിരുന്നു, നീ ഇവിടെ എത്തിയോന്നും ചോദിച്ചോണ്ട്. എന്താ, വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറിയോ? ഏയ്, ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക്. ഓ, ഹലോ. എടി ഡേസി, നീ എന്തോന്നും മിണ്ടാത്തേ? ഞാൻ വിളിക്കാം. എന്താ? ഞാൻ വിളിക്കാന്ന്. ഹലോ ഹലോ. കട്ട് ചെയ്തു. അങ്കിള് പിന്നെയും കേറി തടിച്ചു. നീ അപ്പൊ തടി കുറച്ചു. തടി കുറച്ചൊന്നും അല്ല, അങ്കിളിന്റെ സൂസുമേ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല. അമ്മയായി പോയില്ലേ, വല്ലൊന്നും പറയാൻ പറ്റുമോ?